മുൻഗണനാ വിഭാഗമായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലെ മുഴുവൻ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നടപടികൾക്ക് 18-ന് തുടക്കമാവും. 18 മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ്. 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും ഒക്ടോബർ 3 മുതൽ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുക. റേഷൻ വിതരണത്തിന് തടസ്സം വരാത്ത വിധത്തിൽ മസ്റ്ററിംഗ് നടത്തണമെന്ന് സർക്കാർ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ടെങ്കിലും അത്തരം സംവിധാനത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ക്യാമ്പുകളും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ റേഷൻ വിതരണം നടത്തുമ്പോൾ തന്നെ രാവിലെയും വൈകുന്നേരവുമായി സർവറിൽ അമിതമായ ലോഡ് കാരണം വിതരണം വൈകുന്നുണ്ട്. റേഷൻ വിതരണ വേളയിൽ മസ്റ്ററിംഗ് നടത്തുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് റേഷൻ വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. മസ്റ്ററിംഗ് നടത്തുവാൻ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്നും KYC അപ്ഡേഷൻ നടക്കുന്ന വേളയിൽ മറ്റു സർവറുകളുടെ സേവനം ഉറപ്പാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഏറെ സമയം കാത്തിരിക്കേണ്ടി വരുന്നതുകൊണ്ട് റേഷൻ കടകൾക്ക് സമീപമുള്ള സ്കൂളുകൾ, അങ്കണവാടികൾ, ലൈബ്രറികൾ, പ്രാദേശിക സ്പോർട്സ് ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടർ വിദഗ്ധരുടെ സഹകരണത്തോടെ സേവന ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ, ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് അലി എന്നിവർ ആവശ്യപ്പെട്ടു. പാചകവാതകത്തിന്റെ KYC അപ്ഡേഷൻ ചെയ്ത പോലെ റേഷൻ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യമൊരുക്കണമെന്നവർ പറഞ്ഞു. മുതിർന്ന പൗരന്മാർ, ശാരീരികമായി അവശത അനുഭവിക്കുന്നവർ എന്നിവർക്ക് അക്ഷയ വഴിയും മറ്റു ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയും മസ്റ്ററിംഗ് നടത്താനുള്ള അനുമതി നൽകണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.